അമ്മ ഇവിടെ 4 വർഷമായിട്ട് കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അച്ഛൻ RCC പേഷ്യൻ്റ് ആയിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് വേറെ ജീവിതമാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മ ഇവിടെ കട കൊണ്ട് വെച്ചത്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഇതിൻ്റെ ഒരു ഓണർ വന്നിട്ട് പറഞ്ഞു, വസ്തുവിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളോട് അവരെന്തോ ലോണിന് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതെടുത്ത് കട മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് സാവകാശം ചോദിച്ചു. അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല, അപ്പോൾ കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ഞങ്ങൾ കടയുടെ സൈഡിലേക്ക് ഇതുപോലെ കല്ലെല്ലാം ഇറക്കിയിട്ട് നമുക്ക് കടയിലോട്ട് കയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കടയിൽ ഇതെല്ലാം പച്ചക്കറി ആയതുകൊണ്ട് നമുക്ക് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇറക്കി കച്ചവടം ചെയ്തു. കാരണം അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഞങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉണ്ട്. അമ്മയ്ക്ക് വേറെ വീട്ടു ജോലിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കടയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് ഞങ്ങൾ കടയ്ക്കകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ഫുൾ കല്ലെല്ലാം ഇറക്കിയിട്ട് ഇപ്പോൾ പച്ചക്കറി വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറി പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അങ്ങനെ പണിക്ക് നിന്ന ഹിന്ദിക്കാരാണ് വന്നിട്ട് ഈ കല്ല് നീക്കി തന്നിട്ടാണ് ഞങ്ങൾ ഈ സാധനം ഇറക്കി വെച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ട് സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയി. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പരാതി വാങ്ങുന്നതിന് മുന്നേ ഞങ്ങളോട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ആര് പറഞ്ഞു കണ്ടവൻ്റെ മതിലിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് സാധനം കച്ചവടം ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി കൊടുക്കും, നഗരസഭയിൽ നിന്ന് അനുമതിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആദ്യം ഞങ്ങളോട് വളരെ മോശമായിട്ട് രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു. ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടെ കട മാറ്റാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഇപ്പോൾ നിൽക്കുന്ന നിപ്പിൽ ഇതൊടുത്ത് എങ്ങോട്ടെങ്കിലും വയ്ക്കാനോ റോഡിലോട്ട് മാറ്റി വയ്ക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഓണം വരെ ഇവരോട് ഒരു സാവകാശം ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ പറയുന്നത് നിയമസഭയിൽ പോയിട്ട് അതിന് നഗരസഭയിൽ പോയിട്ട് അവരതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ നിൽക്കുന്ന നിപ്പിൽ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റുന്നില്ല. കാരണം അച്ഛൻ്റെ RCC ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. കാരണം വാടക കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം എന്ന് പറയുന്നത് മാസമുള്ള ലോണും കാര്യങ്ങളും അടച്ചു പോകുന്നുണ്ട്. അപ്പം നമുക്ക് കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഈ റോഡിൽ വന്നിരിക്കത്തില്ല. അപ്പം കുറച്ച് സാവകാശം നമുക്ക് ഇത് ഒന്ന് മാറ്റാനായിട്ടുള്ള ഒരിത് ഈ പറയുന്ന അധികാരികളായാലും ആരായാലും അതിനുള്ളൊരു സാഹചര്യം നമുക്കൊന്ന് ഉണ്ടായി വരുന്നത്. അതായത് ഒരു ഓണം വരെയുള്ള സമയം മാത്രമേ ഞങ്ങൾ ഇവരോട് പറയുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റിക്കോളാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികാരികൾ എന്തെങ്കിലും ഒരു നടപടി ചെയ്തു എന്നാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം അമ്മയുടെ സ്ഥിതിയും വളരെ മോശമാണ്. നമ്മളിപ്പം വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഈ റോഡിൽ കൊണ്ടുവച്ചിരുന്ന് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പെട്ടെന്ന് വന്ന് എടുപടി എന്ന് പറഞ്ഞ് പച്ചക്കറി കച്ചവടമാണ് ചെയ്യുന്നത്. എടുത്ത് മാറ്റാൻ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതമാർഗ്ഗം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.